രാജു, ഈ കണ്ണട വെച്ച് നോക്കുമ്പോഴെല്ലാം അക്ഷരങ്ങളെല്ലാം ഒരുപാട് വലുതാകുന്നുണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ? രാധേ, അത് ലെൻസിന്റെ മാജിക്കാണ്. പ്രായമായവർക്ക് അക്ഷരം വലുതാക്കി കാണാൻ ഇത് സഹായിക്കും. ഒരു സൂത്രവിദ്യ എന്നൊക്കെ പറയാം. ലെൻസോ? എനിക്ക് ഈ ലെൻസിനെക്കുറിച്ച് വലിയ പിടിയില്ല. ഇതല്ലാതെ വേറെ എവിടെയൊക്കെയാണ് ലെൻസുകൾ ഉപയോഗിക്കുന്നത്? കണ്ണടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അയ്യോ രാധേ, ലെൻസുകൾ പലയിടത്തുമുണ്ട്. കളിപ്പാട്ടങ്ങളില്, പിന്നെ നമ്മുടെ വാതിലിൽ പുറത്ത് ആളെ കാണാൻ വെച്ചിരിക്കുന്ന ഡോർ ലെൻസിലുമുണ്ട്. പക്ഷേ സാധാരണ ഗ്ലാസും ലെൻസും തമ്മിൽ എന്താ വ്യത്യാസമെന്നറിയാമോ? അതൊരു നല്ല ചോദ്യമാണല്ലോ. എന്താ വ്യത്യാസം? നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഒരു പേപ്പർ എടുത്ത് ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ സൂര്യപ്രകാശം അതിൽ പതിപ്പിക്കൂ. എന്താ കാണുന്നത്? ഒരു മാറ്റവുമില്ലല്ലോ രാജു. വെറുതെ വെളിച്ചം വരുന്നു. ശരി, ഇനി ഒരു റീഡിംഗ് ലെൻസ് വെച്ച് നോക്കൂ. പേപ്പറിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ ആ വെളിച്ചം ഒരു കുഞ്ഞൻ ബിന്ദുവായി മാറുന്നത് കണ്ടോ? ആ ഭാഗത്ത് നല്ല വെളിച്ചവും ചൂടുമുണ്ടായിരിക്കും. കുറച്ചുകൂടി നേരം പിടിച്ചാൽ പേപ്പർ പുകയുന്നതും തീ കത്തുന്നതും കാണാം. അയ്യോ, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ സാധാരണ ഗ്ലാസ് ഷീറ്റിന് ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഈ ലെൻസിനുണ്ട് അല്ലേ? അതാണ് കാര്യം. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതിന് പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് ഒരുമിപ്പിക്കാൻ കഴിയും. ഇതിന്റെ നടുഭാഗം കട്ടി കൂടുതലായിരിക്കും. നടുഭാഗം കട്ടി കുറഞ്ഞ ലെൻസുണ്ടോ? അത് പേപ്പർ കത്തിക്കുമോ? ഓ രാധേ, ആ ലെൻസാണ് കോൺകേവ് ലെൻസ്. അതിന്റെ നടുഭാഗം കട്ടി കുറവായിരിക്കും. അതിന് പ്രകാശരശ്മികളെ ഒരുമിപ്പിക്കാൻ കഴിയില്ല. പകരം അവയെ അകറ്റിക്കളയും. അതുകൊണ്ട് പേപ്പർ കത്തിക്കാൻ കഴിയില്ല. അപ്പോൾ കോൺകേവ് ലെൻസ് പേപ്പർ കത്തിക്കില്ല, കോൺവെക്സ് ലെൻസ് കത്തിക്കും അല്ലേ? ഇതിനെയെല്ലാം എങ്ങനെ തിരിച്ചറിയും? ഒരു രസകരമായ വഴിയുണ്ട്. ലെൻസുകളിലൂടെ അക്ഷരങ്ങളെ നോക്കി ലെൻസ് ഒരു വശത്തേക്ക് നീക്കി നോക്കുക. കോൺവെക്സ് ലെൻസിലൂടെ നോക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നും. ഇത് കൊള്ളാം. അക്ഷരങ്ങളെ തിരിച്ചും മറിച്ചും കാണിക്കുന്ന ഒരു കളി. ഇനി പറ, എന്താണ് ഈ ലെൻസിന്റെ പ്രധാന ഫോക്കസ് എന്നൊക്കെ പറയുന്നത്? അത് വളരെ ലളിതമാണ്. കോൺവെക്സ് ലെൻസിലേക്ക് നേർരേഖയിൽ വരുന്ന പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ബിന്ദുവിലേക്ക് കൂടിച്ചേരും. ആ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. എന്നാൽ കോൺകേവ് ലെൻസിൽ നേർരേഖയിൽ വരുന്ന പ്രകാശരശ്മികൾക്ക് ലെൻസിലൂടെ കടന്നുപോകുമ്പോൾ അവ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നുപോകുന്നതായി തോന്നും. ആ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. ഷോ, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്താ? അത് ലെൻസിന്റെ നടുവിലുള്ള ബിന്ദുവിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ്. ഈ ലെൻസുകൾക്ക് പ്രതിബിംബമുണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായും. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അകലെയുള്ള മരത്തിന്റെയോ കെട്ടിടത്തിന്റെയോ പ്രതിബിംബം ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പ്രതിബിംബം, അതിനെന്താ പറയുന്നത്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളെ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നു. ക്യാമറയിലും സിനിമാ സ്ക്രീനിലുമെല്ലാം ഇത് കാണാം. അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബമോ? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ. കോൺകേവ് ലെൻസുകൾ എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. ലെൻസിന്റെ ശക്തി എന്നാൽ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ലെൻസിന്റെ പവർ എന്നാൽ അതിന്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ഒരു ലെൻസിന് പ്രകാശരശ്മികളെ എത്രത്തോളം അടുപ്പിക്കാനും അകറ്റാനും കഴിയുന്നു എന്നതിനെയാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. എല്ലാം കൂടി കേട്ടപ്പോൾ ഒരു തല കറങ്ങുന്നത് പോലെ. പക്ഷേ ലെൻസുകൾ രസികന്മാരാണെന്നും മനസ്സിലായി. നക്ഷത്രങ്ങളെ അടുത്തു കാണിക്കുന്നതും അക്ഷരങ്ങളെ വലുതാക്കുന്നതും ചിലപ്പോൾ പേപ്പർ കത്തിക്കുന്നതുമൊക്കെ രസമുള്ള കാര്യങ്ങൾ തന്നെ.